വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ദി ഹങ്കർ ട്രാവലർ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കേരമീൻ്റെ തല കൊണ്ടുള്ള ഒരു മസാലക്കറിയാണ്. സാധാരണ നമ്മൾ ഷാപ്പുകളിലൊന്നും വെക്കുന്ന രീതിയിലല്ല, വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലാണ് ഇന്ന് തലക്കറി വെക്കുന്നത്. ആദ്യം തന്നെ ഒരു ചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു സബോള നീളത്തിൽ അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 5 വെളുത്തുള്ളി ക്രഷ് ചെയ്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ഒരു 8 പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാത്തിൻ്റെയും പച്ചമണം ഒന്ന് മാറി വഴന്ന് വരുന്ന സമയത്ത് മസാലപ്പൊടികൾ ചേർക്കാൻ പോവാണ്. രണ്ട് വലിയ സ്പൂൺ മല്ലിപ്പൊടിയും 2 വലിയ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് പച്ചമണം മാറുന്നത് വരെ അതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കേരമീൻ്റെ തല ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് മസാലയിൽ കോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കല്ലുപ്പ് ചേർക്കുകയാണ്. കല്ലുപ്പ് ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. സാധാരണ മീൻ വേവാൻ അധികം സമയം എടുക്കാത്തതാണ്. അതേപോലെ നമ്മളെപ്പോഴും ഏട്ടത്തല കൊണ്ടാണ് മീൻ തലക്കറി ഉണ്ടാക്കാറുള്ളത്. ഇത് ഞങ്ങൾ കേരമീൻ്റെ തല കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ ഇതിനകത്ത് നമ്മൾ വേറെ ഒരു തരത്തിലുള്ള മസാലപ്പൊടികളോ തക്കാളിയോ കുടംപുളിയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നമ്മൾ ശരിക്കും ഒരു ഇറച്ചിക്കറി വയ്ക്കുന്ന ഒരു ടേസ്റ്റിലാണ് ഈ മീൻകറി തലക്കറി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിനൊരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്. ഇത് 2 രീതിയിലാക്കാം. ഒന്ന് നിങ്ങൾക്ക് വിത്ത് ഗ്രേവി ആക്കാം. നിങ്ങൾക്ക് ഗ്രേവി കൂട്ടി കഴിക്കാനാണ് താല്പര്യമെങ്കിൽ, ഇല്ലെങ്കിൽ ഇത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞങ്ങൾ 2 രീതിയിലും ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രേവി ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അത് നന്നായിട്ട് വറ്റിച്ച് മസാലയൊക്കെ പുരണ്ടിരിക്കുന്ന രീതിയിലാക്കിയിട്ടുണ്ടായിരുന്നു. അതും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പി ആയിരിക്കും ഇത്.